Hello my dear students, welcome to Learner's World. In this video, I talk about Unit 4 Teaching Methods in English, Part 2 Language Teaching Approaches. What is language teaching approach? An approach is a set of assumptions describing the nature of teaching. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ നേച്ചർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് അസംഷനെയാണ് ടീച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സബ്ജക്റ്റ് മാറ്റർ ടു ബി തോട്ട്. അപ്പോൾ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു അപ്രോച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ടെൽസ് us മെയിൻലി വാട്ട് ടു ടീച്ച്. അതുപോലെ ഈ ഒരു അപ്രോച്ച് പറയുന്നത് അതായത് എന്താണ് വാട്ട് ടു ടീച്ച്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ അപ്രോച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് അപ്രോച്ചസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ അപ്രോച്ച്. Structure means the way words and word group are arranged to form meaningful sentences. അപ്പോൾ സ്ട്രക്ചറൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വേർഡ്സും അതുപോലെ വേർഡ് ഗ്രൂപ്പ്സും ഒരു മീനിങ് സെൻറ്റൻസസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. Structural approach is the presentation and practice of carefully selected and graded grammatical materials of English in effective and meaningful situations. അപ്പോൾ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ കെയർഫുള്ളി സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്ത ഗ്രാമാറ്റിക്കൽ മെറ്റീരിയൽസ് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിലും മീനിങ് സിറ്റുവേഷനിൽ പ്രസൻറ്റ് ചെയ്യുന്ന അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനീഷ്യലി ത്രൂ സ്പീച്ച് ആൻഡ് ലേറ്റർ ത്രൂ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് ഇനീഷ്യലി സ്പീച്ചിലൂടെയാണ്, പിന്നീട് അത് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then what is communicative approach? Communicative approach is a modern approach that focuses on all the components of the communicative competence of the learner. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് ഓഫ് ദ ലേണറുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസിനെയാണ് ഈ ഒരു അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ മെയിൻലി ലക്ഷ്യം വെക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് എന്നാണ് പറയുന്നത്. ഇതൊരു മോഡേൺ അപ്രോച്ചാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. Acquiring communicative competence is the major goal of communicative language teaching. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൻ്റെ ഒരു മേജർ എയിം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത് അക്വയറിങ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ്, അതായത് ലേണേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് അക്വയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിനുള്ളത്. ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് ബോത്ത് ആക്യുറസി ആൻഡ് ഫ്ലുവൻസി ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. അതായത് ഇവിടെ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അതായത് ലാംഗ്വേജ് ലേണിംഗ് ബിഗിൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ആക്യുറസി, ഫ്ലുവൻസി, ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു എയിമാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിന് ഉള്ളത്. മദർ ടങ് ഹാസ് നോ റോൾ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ മദർ ടങ്ങിന് ഒരു റോളും ഇല്ല എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് അപ്രോച്ച് ഈസ് task-based language teaching, that is TBLT. The task-based language teaching is a method of teaching that facilitates language acquisition by helping learners to perform meaningful tasks using the target language. അപ്പോൾ ഈ ഒരു TBLT task-based language teaching പറയുന്നത് അതായത് ലാംഗ്വേജ് അക്വിസിഷൻ നടത്തുന്നത് കുട്ടികൾക്ക് കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് അവർ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിലൂടെ ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്ന ഒരു അപ്രോച്ചാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടാസ്കിനെയാണ്. അതായത് കുറച്ച് ടാസ്ക് കുട്ടികൾക്ക് കൊടുക്കും, അവർ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിലൂടെ അവർ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ഒരു രീതിയാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ NS പ്രഭു. അപ്പോൾ ഈ ഒരു മെത്തേഡ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് NS പ്രഭു ആണ്.
ദ മെയിൻ ഫോക്കസ് ഇൻ ദ TBLD ഈസ് ഓൺ ദ ടാസ്ക്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ടാസ്ക്കാണ്. ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൂടെ ലാംഗ്വേജ് ലേണിംഗ് നടത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. ദ ടാസ്ക് ക്യാൻ ബി വിസിറ്റിംഗ് എ ഡോക്ടർ, മേക്കിംഗ് എ ടെലിഫോൺ കോൾ, ഇൻട്രൊഡ്യൂസിങ് എ ഫ്രണ്ട്, ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ, റൈറ്റിംഗ് എ നോട്ടീസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മേ ബി ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യുക, അപ്പോൾ അവിടെ നടക്കുന്ന ഇതൊക്കെയാണ് ടാസ്ക്കായിട്ട് കൊടുക്കുന്നത്. അവിടെ നടക്കുന്ന കോൺവെർസേഷനിലൂടെ ലേണർക്ക് ലാംഗ്വേജ് ലേണിംഗ് നടത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതുപോലെ മേക്കിംഗ് എ ടെലിഫോൺ കോൾ, ഇൻട്രൊഡ്യൂസിങ് എ ഫ്രണ്ട്, ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ, റൈറ്റിംഗ് എ നോട്ടീസ്, ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെയാണ് സ്റ്റുഡൻസിന് നൽകുന്നത്. By engaging these kinds of tasks, the students involve themselves in active interactions and through these interactions they acquire language. അപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള ടാസ്കുകൾ എൻഗേജ് ചെയ്യുന്നതിലൂടെ അവർ തമ്മിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഇതിലൂടെ ഈ ഒരു ഇൻ്ററാക്ഷനിലൂടെ അവർ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മേക്കിംഗ് എ ടെലിഫോൺ കോൾ, അതായത് ഒരു ടെലിഫോൺ കോൾ നടത്തുക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഒരു ലേണർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ, ആ ഒരു ടാസ്കിൽ എൻഗേജ് ചെയ്യുന്നതിലൂടെ അവിടെ നല്ല രീതിയിൽ ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്ററാക്ഷനിലൂടെ ലേണർക്ക് ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് അപ്രോച്ച് ഈസ് കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഫോക്കസ് നോട്ട് ഓൺലി ലാംഗ്വേജ് ബട്ട് ഓൾസോ ഫോക്കസ് ഓൺ കോണ്ടന്റ്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജിന് മാത്രമല്ല, പിന്നെ എന്താണ്, ബട്ട് ആൾസോ ഫോക്കസ് ഓൺ കോണ്ടൻറ്റിന് കൂടെ ആ ഒരു അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് ഫോക്കസ് ഓൺ കോണ്ടൻറ്റ് ആസ് വെൽ ആസ് ഓൺ ദ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ അപ്രോച്ച് അതിൽ ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ കോണ്ടൻറ്റിന് കൂടെ കൂടുതൽ ഫോക്കസ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹിയർ ദ എംഫസൈസ് ക്യാൻ ബി നോട്ട് ഓൺലി ഓൺ ലാംഗ്വേജ് ബട്ട് ഓൺ വാട്ട് ഈസ് ബീങ് തോട്ട് ത്രൂ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജിന് മാത്രമല്ല ഈ ഒരു അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, ഈ ഒരു ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് എന്ത് കോണ്ടൻ്റാണ് പഠിക്കുന്നത് എന്നുള്ളത് കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.